നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 208ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 2-3 കാര്യമാണ്. മന്ത്രങ്ങൾ പൈസ ചിലവില്ലാത്ത കാര്യമാണ്. മന്ത്രങ്ങൾ നമുക്ക് സൗകര്യപൂർവ്വം സ്ത്രീകളാണെങ്കിൽ ശുദ്ധവൃത്തിയുള്ള സമയത്ത്, അതായത് പീരീഡ് ടൈമിൽ ചൊല്ലിക്കൂടാ. പുരുഷന്മാർക്ക് അങ്ങനെയല്ല, എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. പക്ഷേ കുളിച്ചിട്ട് ഒന്ന് ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം. ഞാൻ ആദ്യമൊക്കെ അതിൻ്റെ കാര്യങ്ങൾ പറയാം. 3 മന്ത്രങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ മന്ത്രം എന്ന് പറയുന്നത് സുഖമായ ഉറക്കത്തിനുള്ള മന്ത്രമാണ്. അത് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്, സുഖമായിട്ടുള്ള ഉറക്കം. പല ആളുകളും നമുക്കറിയാം, ഉറക്കം ശരിയാവാതെ അവർ ഈ ഉറക്ക ഗുളികയൊക്കെ വാങ്ങിച്ച് കഴിച്ച്, ഡോക്ടർമാർ പറയുന്ന ഗുളികകളൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അവർ വീണ്ടെടുക്കുന്ന അങ്ങനെ. ഇതൊന്നും വേണ്ട. ഈ മന്ത്രം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു തവണ ജപിച്ചാൽ മതി. ഒറ്റ തവണ ജപിച്ചാൽ സുഖമായിട്ടുള്ള ഉറക്കം വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ കൊടുക്കുന്ന ഒരു ഡയറക്ഷൻ പോലെയാണ് ഈ മന്ത്രങ്ങൾ ചൊല്ലുക എന്ന് പറയുന്നത്. നമ്മുടെ പൗലോ കൊയ്ലോ എന്ന് പറഞ്ഞ് ബ്രസീലിലെ ഒരു എഴുത്തുകാരനുണ്ട്, പൗലോ കൊയ്ലോ. പുള്ളിയുടെ ഒരു നോവലുണ്ട്, ദി ആൽക്കെമിസ്റ്റ് എന്നും പറഞ്ഞ്. ആ ആൽക്കെമിസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ അക്ഷീണം പരിശ്രമിച്ചാൽ, അതായത് നല്ല മനസ്സോടെ നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ അക്കാര്യം നടക്കും. പ്രപഞ്ചശക്തികൾ, അതായത് ദൈവം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പ്രപഞ്ചശക്തി, അതായത് ദൈവം നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ. അപ്പോൾ അത് ഈ മന്ത്രം എന്ന് പറയുന്നത് പണ്ടുള്ള ഋഷീശ്വരന്മാർ ഈ ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. അത് ആദ്യത്തെ മന്ത്രം ഞാൻ പറയാം. ഓം നിദ്രാദേവി നമഃ. ദേവി നിദ്രേ ഭവത്രാത സ്വരൂപിണി കാരുണ്യശാലിനി രുദ്രേ നമോസ്തുതേ. നീ എൻ നിദ്രയിൽ ദുസ്വപ്നമേകാതെ തന്നെ കനിയുക സർവേശ്വരി ശിവേ. ഇതാണ് മന്ത്രം. ഒന്നുകൂടെ ചൊല്ലാം. ഓം നിദ്രാദേവി നമഃ. ദേവി നിദ്രേ ഭവത്രാത സ്വരൂപിണി കാരുണ്യശാലിനി രുദ്രേ നമോസ്തുതേ. നീ എൻ നിദ്രയിൽ ദുസ്വപ്നമേകാതെ തന്നെ കനിയുക സർവേശ്വരി ശിവേ. ഇതാണ്. അതുകൊണ്ട് 5 വരിയേ ഉള്ളൂ. ഒറ്റ തവണ ചൊല്ലിയാൽ മതി. നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ചൊല്ലിയിട്ട് കിടന്നാൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഞാനൊരു 10-20 വർഷം കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് നേരത്തെ ഉറക്കം ഉണ്ട് ശരിയായിട്ട്. പക്ഷേ എന്നാലും ഈ സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന ചില സമയങ്ങളിലൊക്കെ ഇത് മന്ത്രം ചൊല്ലുമ്പം നമുക്ക് യാതൊരു പ്രശ്നമില്ലാതെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. അതിനാൽ ഞാൻ എല്ലാവർക്കും കൂടെ പങ്കുവയ്ക്കുന്നു എന്നുള്ളൂ. ഇനി രണ്ടാമത്തെ മന്ത്രം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മന്ത്രമാണ്. 2 വരിയേ ഉള്ളൂ. അത് സംസാര ദുഃഖം അകറ്റാനുള്ളത്. അതായത് സംസാര ദുഃഖം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ, മറ്റുള്ള വഴക്കുകൾ, കാര്യങ്ങൾ, ഇതൊക്കെ ആണ് സംസാര ദുഃഖത്തിൽ വരുന്നത്. സ്വത്തിനെ പറ്റിയുള്ള തർക്കങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ളൊരു മന്ത്രമാണിത്. അത് ഞാൻ പറയാം. അത് രണ്ടാമത്തെ മന്ത്രം പറഞ്ഞുതരാം. സത്യം മയോദിതം, സത്യം മയോദിതം. ഇത്രയേ ഉള്ളൂ മന്ത്രം. സത്യം മയോദിതം, സത്യം മയോദിതം. ഇത് പക്ഷേ 3 പ്രാവശ്യം ചൊല്ലണം. അത്രയേ ഉള്ളൂ. ഇത് ചെറിയ മന്ത്രമാണല്ലോ, 3 പ്രാവശ്യം ചൊല്ലണം. ഇനി ഏറ്റവും നല്ലൊരു മന്ത്രം ഇനി അടുത്തതായിട്ടാണ് പറയാം, 3ാമത്തത്. അത് തുളസി മന്ത്രം എന്ന് പറയും. തുളസി സ്തുതി എന്നും പറയും. അതിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വസിദ്ധിക്കും ഉള്ള മന്ത്രമാണ്. സർവ്വസിദ്ധി, അതായത് നമുക്ക് എന്തെല്ലാം എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഈ തുളസി സ്തുതി ദിവസം ഒറ്റത്തവണ ചൊല്ലിയാൽ മതി. സ്ത്രീകൾക്ക് ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകൾക്ക് പീരിയഡ് ടൈമിലും ശരീരശുദ്ധിയില്ലാത്ത ദിവസങ്ങളിൽ ചൊല്ലരുത്. അല്ലാത്തപ്പം സ്ത്രീകൾക്കും ചൊല്ലാം, പുരുഷന്മാർക്കെപ്പോൾ വേണ്ടി ചൊല്ലാം. ആ മന്ത്രമാണ് അടുത്തത്, 3ാമത്തെ മന്ത്രം. തുളസി സ്തുതി അല്ലെങ്കിൽ തുളസി മന്ത്രം. അതിങ്ങനെയാണ്. ഓം വൃന്ദാവനി വിശ്വപൂജിത വിശ്വപാവിനി പുഷ്പസാര നന്ദിനി ച തുളസി കൃഷ്ണജീവനി സ്വാഹ. എന്നോട് പറഞ്ഞുതരാം. ഓം വൃന്ദാവനി വിശ്വപൂജിത വിശ്വപാവിനി പുഷ്പസാര നന്ദിനി ച തുളസി കൃഷ്ണജീവനി സ്വാഹ.
ഇത് നിങ്ങൾ 2-3 തവണ കേട്ടിട്ട് ഇത് എഴുതിയെടുക്കണം. എന്നിട്ട് വേണം പറയാൻ. കാരണം തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. തുടക്കത്തിലും ഏത് മന്ത്രത്തിലും തുടക്കത്തിലും അവസാനത്തിലും ഓം ചേർത്താൽ മതി. നമുക്ക് അക്ഷരത്തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളെല്ലാം വന്നാൽ അതെല്ലാം അതിനകത്ത് ആദ്യവും അവസാനവും ഓം പറയുന്നതിൽ ഒരു ദോഷവും ഉണ്ടാവാതെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് മന്ത്രശാസ്ത്രത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഹിന്ദു മിത്തോളജിയിൽ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള 3 മന്ത്രങ്ങൾ. അപ്പോൾ ആദ്യത്തേത് സുഖമായ ഉറക്കത്തിന്, രണ്ടാമത്തത് സംസാര ദുഃഖം ഒഴിവാക്കാൻ, മൂന്നാമത്തത് സർവ്വസിദ്ധിക്ക്, അതായത് എല്ലാത്തരം സുഖ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയുള്ളതാണ് മൂന്നാമത്തെ തുളസി ദേവിയുടെ സ്തുതി. ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.